ഹലോ സുഹൃത്തുക്കളെ, ചരിത്രത്തിലെ തന്നെ ഏറ്റവും കിടിലൻ ഇതിഹാസങ്ങളിലൊന്നിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു ക്യാമ്പ് ഫയറിന് ചുറ്റുമിരുന്ന് പഴയ കഥകൾ കേൾക്കുന്ന ആ ഒരു ഫീലില് കിങ് ആർത്തറിന്റെയും അദ്ദേഹത്തിന്റെ പ്രശസ്തരായ നൈറ്റ്സിന്റെയും ലോകത്തേക്ക് പോവുകയാണ്. മാന്ത്രികതയും യുദ്ധങ്ങളും വീരശൂര പരാക്രമങ്ങളുമൊക്കെ നിറഞ്ഞ ഈ കഥയുടെ ആഴങ്ങളിലേക്ക് നമുക്കൊരുമിച്ചൊന്ന് യാത്ര ചെയ്താലോ? ഈ യാത്ര തുടങ്ങുന്നതിന് മുൻപ് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, എന്തുകൊണ്ടായിരിക്കും 1500 വർഷം പഴക്കമുള്ള ഒരു മിത്ത് ഇപ്പോഴും ഹീറോയിസത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടിനെ ഇത്രത്തോളം സ്വാധീനിക്കുന്നത്? ഒട്ടും സ്വാർത്ഥതയില്ലാത്ത യോദ്ധാക്കൾ, മാന്ത്രിക വാളുകൾ, അതുപോലെ നല്ലവരായ രാജാക്കന്മാരുടെ ദുരന്തപൂർണമായ വീഴ്ചകൾ, ഇതൊക്കെ ഇന്നത്തെ കാലത്തെ നമ്മുടെ സിനിമകളിലും സീരീസുകളിലും നമ്മൾ സ്ഥിരമായി കാണുന്ന കാര്യങ്ങളല്ലേ? ഇതിന്റെയൊക്കെ യഥാർത്ഥ തുടക്കം എവിടെ നിന്നാണെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ ഈ കാണുന്ന വിവരണം മുഴുവൻ അടിസ്ഥാനമാക്കിയിരിക്കുന്നത് 1862 ജെയിംസ് നോൾസ് പ്രസിദ്ധീകരിച്ച ദി ലെജൻഡ്സ് ഓഫ് കിങ് ആർത്തർ ആൻഡ് ഹിസ് നൈറ്റ്സ് എന്ന പുസ്തകത്തെയാണ്. ഇതൊരു സാധാരണ കഥാപുസ്തകമല്ല കേട്ടോ. പലയിടത്തായി ചിതറിക്കിടന്നിരുന്ന, ഒരുപാട് കാലങ്ങളായി പലരും പല രീതിയിൽ പറഞ്ഞിരുന്ന ആർത്തറിയൻ കഥകളെ വളരെ മനോഹരമായി കൃത്യമായൊരു രൂപത്തിൽ കോർത്തിണക്കിയത് നോൾസാണ്. അദ്ദേഹത്തിന്റെ ഈ പുസ്തകത്തിലൂടെയാണ് നമ്മൾ ഇന്ന് മുന്നോട്ടു പോകുന്നത്. ഈ വലിയ ഇതിഹാസം പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമുക്കിതിനെ പ്രധാനപ്പെട്ട ചില കാലഘട്ടങ്ങളായി തിരിക്കാം. ഉദർ രാജാവിന്റെ ഭരണകാലം, പിന്നെ ആർത്തറിന്റെ ജനനവും കിരീടധാരണവും, അതിനുശേഷം പ്രശസ്തമായ ഹോളി ഗ്രെയിൽ അന്വേഷണം, ഒടുവിൽ കാമലോട്ടിന്റെ തകർച്ചയായ അവിലിയൻ യുദ്ധം. ഇങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ ഈ യാത്രയുടെ ഒരു റൂട്ട് മാപ്പ്. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ കാലഘട്ടത്തിലേക്ക് കടക്കുകയാണ് കേട്ടോ. പ്രവചനങ്ങളുടെയും ആർത്തറിന്റെ ജനനത്തിന്റെയും കാലം. വോർട്ടിഗേൻ രാജാവ് പണിയുന്ന വലിയൊരു ഗോപുരം, അത് ഓരോ രാത്രിയും അദൃശ്യമായ ശക്തികളാൽ ഇങ്ങനെ തകർന്നു വീഴുന്നിടത്താണ് കഥ തുടങ്ങുന്നത്. ബ്രിട്ടന് ശക്തനായ ഒരു യഥാർത്ഥ രാജാവിന് ഏറ്റവും കൂടുതൽ ആവശ്യമുണ്ടായിരുന്ന വളരെ ഇരുണ്ടതും നിഗൂഢവുമായ ഒരു കാലമായിരുന്നു അത്. ഈ ഗോപുരം ഇങ്ങനെ തകരുന്നതിന്റെ കാരണം അന്വേഷിച്ചെത്തിയ മെർലിൻ എന്ന മാന്ത്രികൻ അത്ഭുതകരമായൊരു സത്യം വെളിപ്പെടുത്തി. ഗോപുരത്തിനടിയിലെ വലിയൊരു തടാകത്തിൽ 2 ഡ്രാഗനുകൾ തമ്മിൽ പൊരിഞ്ഞ് യുദ്ധം നടക്കുന്നുണ്ടായിരുന്നു. ഇതിലെ ചുവന്ന ഡ്രാഗൺ ബ്രിട്ടീഷ് ജനതയെയും വെള്ള ഡ്രാഗൺ ആക്രമണകാരികളായ സാക്സണുകളെയുമാണ് സൂചിപ്പിക്കുന്നത്. ഈ യുദ്ധത്തിൽ ചുവന്ന ഡ്രാഗൺ ജയിക്കുമെന്നും അത് ഭാവിയിൽ വരാനിരിക്കുന്ന വലിയൊരു വീരനായകന്റെ സൂചനയാണെന്നും മെർലിൻ പ്രവചിച്ചു. ആ പ്രവചനം അങ്ങനെ തന്നെ സംഭവിച്ചു. ഊഥർ പെൻഡ്രാഗൺ രാജാവിന്റെയും അതിസുന്ദരിയായ ഇഗർണിയുടെയും മകനായി ആർത്തർ ജനിച്ചു. പക്ഷെ ഒരു വലിയ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി ജനിച്ച ഉടനെ തന്നെ ആ കുട്ടിയെ മാന്ത്രികനായ മെർലിന് രഹസ്യമായി കൈമാറി. മെർലിൻ ആ കുട്ടിയെ സർ എക്ടറിനെ ഏൽപ്പിക്കുകയും അദ്ദേഹം സ്വന്തം മകനെപ്പോലെ ആർത്തറിനെ വളർത്തുകയും ചെയ്തു. അപകടങ്ങൾ നിറഞ്ഞ ആ കാലത്ത് രാജ്യാവകാശിയെ സംരക്ഷിക്കാനുള്ള ഒരു കിടിലൻ രഹസ്യ അവകാശി തന്ത്രമായിരുന്നു അത്. ഇനി നമ്മൾ ആർതർ തന്റെ യഥാർത്ഥ വിധി തിരിച്ചറിയുന്ന തികച്ചും നാടകീയമായ 2ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുകയാണ്. വാളും കിരീടധാരണവും. താൻ ആരാണെന്ന് പോലും അറിയാത്തൊരു സാധാരണ പയ്യൻ തന്റെ യഥാർത്ഥ രാജ്യാവകാശം നേടിയെടുക്കുന്ന അത്ഭുത സംഭവമാണിത്. ലണ്ടനിലെ ഒരു പള്ളിയുടെ മുറ്റത്ത് അത്ഭുതകരമായി പ്രത്യക്ഷപ്പെട്ട ഒരു കല്ലിൽ ഒരു വാൾ തറഞ്ഞിരിപ്പുണ്ടായിരുന്നു. അതിൽ സ്വർണ്ണലിപികളിൽ ഇങ്ങനെ എഴുതിയിരുന്നു: ഈ കല്ലിൽ നിന്ന് ഈ വാൾ ഊരിയെടുക്കുന്നവൻ ആരാണോ അവനാണ് ബ്രിട്ടന്റെ യഥാർത്ഥ രാജാവ്. രാജ്യത്തെ വലിയ വലിയ യോദ്ധാക്കളും പ്രഭുക്കന്മാരുമൊക്കെ വന്ന് സർവശക്തിയുമെടുത്ത് ശ്രമിച്ചിട്ടും ആർക്കും ആ വാൾ 1 ഇഞ്ച് പോലും ഇളക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ പിന്നീട് തന്റെ വളർത്തു സഹോദരനായ സർ കേക്ക് ഒരു ടൂർണമെന്റിൽ പങ്കെടുക്കാൻ ഒരു വാൾ ആവശ്യമായി വന്നപ്പോൾ ആർത്തർ വന്ന് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ വളരെ നിസ്സാരമായി ആ വാൾ അങ്ങ് ഊരിയെടുത്തു. ഒന്ന് ചിന്തിച്ചു നോക്കണേ ആ ഒരു മൊമെന്റ്. ഇവിടെ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. കല്ലിൽ നിന്ന് ഊരിയെടുത്ത ആ വാളല്ല എക്സ്കാലിബർ. അത് പലർക്കും തെറ്റുന്നൊരു കാര്യമാണ്. പിന്നീട് ലേഡി ഓഫ് ദ ലേക്ക് എന്ന അദ്ഭുതശക്തി ആർത്തറിന് നൽകിയ അതിശക്തമായ മാന്ത്രിക വാളാണ് എക്സ്കാലിബർ. 30 ബന്ധങ്ങൾ ഒരുമിച്ച് കത്തുന്നതുപോലുള്ള കണ്ണഞ്ചിപ്പിക്കുന്ന പ്രകാശമായിരുന്നു അതിന്. ആർത്തറിന്റെ ഭരണം ഉറപ്പിക്കുന്നതിലും ശത്രുക്കളെ പരാജയപ്പെടുത്തുന്നതിലും ഈ വാളിന്റെ പങ്ക് ചില്ലറയല്ലായിരുന്നു. അങ്ങനെ യുദ്ധങ്ങളെല്ലാം ജയിച്ച് രാജ്യം ശാന്തമായി. ഇനി നമ്മൾ പ്രവേശിക്കുന്നത് 3ാം കാലഘട്ടത്തിലേക്കാണ്. അതായത് കാമലോട്ടിന്റെ സുവർണ കാലഘട്ടം. റൗണ്ട് ടേബിൾ സാഹസിക യാത്രകളുടെ കാലം. നീതിക്കും ധർമ്മത്തിനും വേണ്ടി നിലകൊള്ളുന്ന ധീരരായ യോദ്ധാക്കളുടെയും അവരുടെ വിസ്മയിപ്പിക്കുന്ന സാഹസിക യാത്രകളുടെയും തുടക്കമാണിത്. ആർത്തറിന്റെ കൊട്ടാരത്തിലേക്ക് ആകർഷിക്കപ്പെട്ടത് വൈവിധ്യമാർന്ന നായകന്മാരുടെ ഒരു വലിയ നിരയായിരുന്നു. ദുരന്ത നായകനായ സർ ബാലൻ, വെറുമൊരു അടുക്കളക്കാരനായി വന്ന് വലിയ യോദ്ധാവായി മാറിയ സർ ബ്യൂമെയിൻസ്, കൂട്ടത്തിലേറ്റവും മികച്ചവനായ സർ ലാൻസലോട്ട്, പിന്നെ സർ ഗാവിൻ. ഇവരൊക്കെ അതിൽ ചിലർ മാത്രമാണ്. ഓരോരുത്തർക്കും അവരുടേതായ പ്രത്യേകതകളും വേറിട്ട ലക്ഷ്യങ്ങളുമുണ്ടായിരുന്നു. ഇത്രയും വ്യത്യസ്തരായ ആളുകളെ ഒരുമിപ്പിച്ച് നിർത്തുക എന്നതായിരുന്നു ആർത്തറിന്റെ ഏറ്റവും വലിയ മാജിക്. എന്നാൽ ഈ സുവർണ്ണ കാലഘട്ടത്തിലും ചില ഇരുണ്ട സംഭവങ്ങളുണ്ടായി. അതിലൊന്നാണ് സർ ബാലിന്റെ ദ ഡോളറസ് സ്ട്രോക്ക് അഥവാ വിനാശകരമായ പ്രഹരം.
പെല്ലസ് രാജാവിനെതിരെ സർ ബാലൻ അബദ്ധത്തിൽ പ്രയോഗിച്ച ആ ശാപഗ്രസ്തമായ പ്രഹരം ഒരു രാജ്യത്തെ മുഴുവൻ നശിപ്പിച്ചു എന്ന് മാത്രമല്ല, വിശുദ്ധ പാനപാത്രമായ ഹോളി ഗ്രേലിനെ എന്നേക്കുമായി അപ്രത്യക്ഷമാക്കുകയും ചെയ്തു. കാമലോട്ടിന്റെ വരാനിരിക്കുന്ന വലിയ തകർച്ചയുടെ ആദ്യ വിത്തുകൾ പാകിയത് മനുഷ്യന്റെ ഇത്തരം ചെറിയ അബദ്ധങ്ങളാണ്. ഇപ്പോൾ നമ്മൾ ഈ കഥയുടെ ഏറ്റവും ആത്മീയമായ ഒരു തലത്തിലേക്ക് കടക്കുകയാണ്. 4ാമത്തെ കാലഘട്ടം, ദ ഹോളി സാങ്ഗ്രയിൽ. വെറും വാൾപയറ്റുകളിൽ നിന്നും സാമ്രാജ്യം പിടിച്ചെടുക്കുന്ന യുദ്ധങ്ങളിൽ നിന്നും മാറി ആർത്തറിന്റെ യോദ്ധാക്കൾ ദൈവികവും ആത്മീകവുമായ ഒരു വലിയ ലക്ഷ്യത്തിന് പിന്നാലെ പോകുന്ന കാലഘട്ടമാണിത്. എന്താണ് ഈ സാങ്ഗ്രയിൽ? യേശുക്രിസ്തു തന്റെ അവസാനത്തെ അത്താഴത്തിനുപയോഗിച്ച വിശുദ്ധ പാനപാത്രമാണിത്. ജോസഫ് ഓഫ് അരിമത്തിയയാണ് ഇത് ബ്രിട്ടനിൽ കൊണ്ടുവന്നത് എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഈ ഇതിഹാസത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യം ഇതാണ് കേട്ടോ. കൊട്ടാരത്തിലെ എല്ലാ സുഖസൗകര്യങ്ങളും ഉപേക്ഷിച്ച് ഇത് കണ്ടെത്തുന്നതിനായി റൗണ്ട് ടേബിളിലെ യോദ്ധാക്കൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്കും യാത്ര തിരിക്കുകയാണ്. ഈ അന്വേഷണത്തിലെ ഏറ്റവും കൗതുകകരമായ കാര്യമെന്താണെന്നോ? യുദ്ധവീര്യത്തിൽ ലോകത്തിലെ ഏറ്റവും മികച്ച യോദ്ധാവായിരുന്ന സർ ലാൻസ്ലോട്ടിനെ ഇവിടെ വലിയ പരാജയമേൽക്കേണ്ടി വരുന്നു. അദ്ദേഹം ആ വിശുദ്ധ സാന്നിധ്യത്തിന് അടുത്തെത്തിയെങ്കിലും അദ്ദേഹത്തിനത് കാണാൻ കഴിഞ്ഞില്ല. കാരണം അദ്ദേഹം ഭൗതികമായ മോഹങ്ങളാൽ പാപിയായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ മകനായ സർ ഗാലഹാദ് ആകട്ടെ തന്റെ മനസ്സിലെയും പ്രവൃത്തികളിലെയും അങ്ങേയറ്റത്തെ പരിശുദ്ധി കാരണം ആ വിശുദ്ധ പാനപാത്രം കണ്ടെത്താൻ അർഹനാകുന്നു. ഈ നിമിഷത്തിൽ ആർഥർ രാജാവ് തിരിച്ചറിഞ്ഞ വളരെ അർത്ഥവത്തായ ഒരു കാര്യമുണ്ട്. ശുദ്ധമായ കൈകളും നിർമ്മലമായ ഹൃദയവുമുള്ളവനു മാത്രമേ ഈ ഉന്നതമായ ലക്ഷ്യം കൈവരിക്കാനാകൂ. ഇതൊരു വലിയ പാഠമാണല്ലേ? കേവലം ശാരീരികമായ ശക്തിയോ ആയുധങ്ങളോ ഒന്നുമല്ല, മറിച്ച് നമ്മുടെ ധാർമ്മികമായ പരിശുദ്ധിയാണ് യഥാർത്ഥ ശക്തിയെന്ന് ഈ ഇതിഹാസം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇവിടെയാണ്. ഈ ആത്മീയാന്വേഷണത്തിന്റെ അവസാനം വളരെ വികാരനിർഭരമാണ്. സർ ഗാലഹാദ് ആ വിശുദ്ധ പാനപാത്രം കണ്ടെത്തുകയും അതിന്റെ അത്ഭുത ശക്തിയാൽ പെല്ലസ് രാജാവിന്റെ വർഷങ്ങളായുള്ള മുറിവുകൾ പൂർണ്ണമായും സുഖപ്പെടുത്തുകയും ചെയ്യുന്നു. എന്നാൽ ആ പരിപൂർണതയിലെത്തിയ ശേഷം അദ്ദേഹത്തിന്റെ ആത്മാവ് ഭൗതിക ലോകം വെടിഞ്ഞ് സ്വർഗ്ഗത്തിലേക്ക് യാത്രയാവുകയാണ്. മാനുഷികമായ പൂർണ്ണത കൈവരിച്ചാൽ പിന്നെ ഈ ഭൗതിക ലോകത്ത് തുടരാനാവില്ല എന്ന വലിയൊരു സത്യം കൂടിയാണിത്. ആത്മീയമായ ആ വലിയ അന്വേഷണത്തിനു ശേഷം നമ്മൾ അവസാനത്തെയും ഏറ്റവും ദുരന്തപൂർണമായ 5ാം കാലഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അതാണ് കാമലോട്ടിന്റെ തകർച്ച. ഏറ്റവും മികച്ച യോദ്ധാക്കൾ നഷ്ടപ്പെട്ട, ആത്മീയമായ കാമ്പ് നഷ്ടപ്പെട്ട ഒരു വലിയ സാമ്രാജ്യം എങ്ങനെ പരസ്പരം പോരടിച്ച് തകർന്നു വീഴുന്നു എന്ന് നമ്മളിവിടെ കാണുകയാണ്. വല്ലാത്തൊരു വീഴ്ചയാണത്. വലിയൊരു യുദ്ധത്തിൽ മാരകമായി മുറിവേറ്റ ആർത്തർ തന്റെ മാന്ത്രിക വാളായ എക്സ്കാലിബർ തടാകത്തിലേക്ക് വലിച്ചെറിയാൻ തന്റെ വിശ്വസ്തനായ സർ ബെഡ്വിയറിനോട് ആവശ്യപ്പെടുന്നു. എന്നാൽ വാളിന്റെ സൗന്ദര്യത്തിൽ മയങ്ങിപ്പോയ ബെഡ്വിയർ അതൊളിച്ചുവെക്കുന്നു. മനുഷ്യന്റെ സാധാരണമായ ഒരത്യാഗ്രഹത്തെയാണ് ഇത് കാണിക്കുന്നത്. ഒടുവിൽ രാജാവിന്റെ കർശനമായ ശാസന കേട്ട് അദ്ദേഹം അത് വെള്ളത്തിലേക്കെറിയുമ്പോൾ വെള്ളത്തിൽ നിന്നൊരു നിഗൂഢമായ കൈ ഉയർന്നുവന്ന് ആ വാൾ ഒറ്റപ്പെടുത്തും. എങ്ങനെയുണ്ട്? അന്ത്യശ്വാസം വലിക്കുന്ന ആർത്തർ രാജാവിന്റെ അവസാന വാക്കുകൾ ഹൃദയസ്പർശിയായിരുന്നു. എന്റെ കഠിനമായ മുറിവ് സുഖപ്പെടുത്താൻ ഞാൻ അവില്യൻ താഴ്വരയിലേക്ക് പോകുന്നു. ഇനി എന്നെ കണ്ടില്ലെങ്കിൽ എന്റെ ആത്മാവിനു വേണ്ടി പ്രാർത്ഥിക്കുക. കറുത്ത വസ്ത്രം ധരിച്ച രാജ്ഞിമാർക്കൊപ്പം ഒരു വഞ്ചിയിൽ കയറിയ അദ്ദേഹം മൂടൽമഞ്ഞിലേക്ക് മെല്ലെ മറഞ്ഞുപോകുന്ന ആ ദൃശ്യം ചരിത്രത്തിലെ തന്നെ ഏറ്റവും വികാരഭരിതമായ വിടവാങ്ങലുകളിലൊന്നാണ്. ഈ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ വലിയൊരു ശൂന്യതയനുഭവപ്പെടും. തീർച്ച. കാമലോട്ടിന്റെ ആ സുവർണ കാലഘട്ടം ഇപ്പോഴും നമ്മിൽ ജീവിക്കുന്നുണ്ടോ? നീതി, ധർമ്മം, ധീരത തുടങ്ങിയ ആ വലിയ മൂല്യങ്ങൾ നമുക്കേറ്റവും ആവശ്യമുള്ളപ്പോൾ തിരിച്ചുവരാൻ വേണ്ടി എവിടെയോ കാത്തിരിക്കുകയാണോ? ഈ ചോദ്യം നിങ്ങളുടെ മനസ്സിലേക്ക് ഞാൻ വിടുകയാണ്. ചരിത്രവും ഇതിഹാസവും ഇടകലർന്ന ഈ വിവരണം നിങ്ങൾക്കിഷ്ടമായെന്ന് കരുതുന്നു. ഈ കഥകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ചില സത്യങ്ങളുണ്ട്. അതെക്കാലത്തും പ്രസക്തമാണ്. വീണ്ടും കാണാം.